മൂന്നാറിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച തെരുവു നായ ചത്തു. 10-ലധികം വിനോദസഞ്ചാരികളെയാണ് ഇന്നലെ നായ ആക്രമിച്ചത്. அதனுடைய பாகமாக மூணாறு பகுதி பஞ்சாயத்திலிருந்து கொஞ்சம் கான்டாக்ட் நம்பர் சோசியல் மீடியாவில் போட்டிருந்தோம். அப்போ இன்னைக்கு காலையில் ஜிஹெச் பகுதியில் மரணப்பட்டு கிடக்குன்னு சொல்லி சொன்னாங்க. வந்து பார்த்தா வண்டியில் அடிபட்டு இறந்து கிடந்துச்சு. உடனடியாக சம்மந்தப்பட்ட அதிகாரிகள் ஹெல்த் டிபார்ட்மெண்ட்டுக்கும் வெட்டினரி ஹாஸ்பிட்டலுக்கு இதை அறிவிச்சிருக்கோம். வாய்ப்புள்ள நடவடிக்கைகள் எடுப்பதற்கு வேண்டி அது மூணாறுடைய வேஸ்ட் மேனேஜ்மெண்ட் தொழிலாளிகளை வச்சு சூப்பர்வைசர்மாரில் வச்சு அதனுடைய വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചെയ്തിട്ടുണ്ട്. ബിനീഷ്, 10-ലധികം വിനോദസഞ്ചാരികളെയാണ് തെരുവുനായ ഇന്നലെ കടിച്ചിരുന്നത്. ഇപ്പോൾ തെരുവുനായ ചത്ത നിലയിലാണ്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാവിലെ മുതലാണ് ഈ പരിഭ്രാന്തി പരത്തി തെരുവുനായയുടെ ഒരു ആക്രമണം ഉണ്ടായത്. രാവിലെ 3ഓളം വിനോദസഞ്ചാരികൾക്ക് ഈ നായയുടെ കടിയേറ്റിരുന്നു. തുടർന്ന് വൈകുന്നേരത്തോടെ പ്രാദേശികമായ ആളുകൾക്ക്, ഇവിടെയുള്ള ആളുകൾക്ക്, ടൗണിലുള്ള ആളുകൾക്കും അതോടൊപ്പം തന്നെ തോട്ടമേഖലയിലെ ആളുകൾക്കും തന്നെ അതിക്രൂരമായി തന്നെ കാലുകളിൽ കടിയേറ്റിരുന്നു. പിന്നീട് ഈ നായയെ പിടികൂടാൻ പഞ്ചായത്ത് തലത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും നായയെ കണ്ടെത്താനായില്ല. ശക്തമായ മഴ ഒരു തിരിച്ചടിയായി തന്നെ വേണം പറയാൻ. പിന്നീട് നായ ഇവിടെ നിന്ന് പോവുകയായിരുന്നു. ഏതായാലും ഈ ഇന്നലെ കടിയേറ്റ ആളുകളെല്ലാം തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഏതായാലും ഇന്ന് ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ തന്നെ ഈ നായയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതിനിടെയാണ് നായ ടൗണിലെ GH റോഡിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഈ നായ രാവിലെയും ഈ മേഖലയിലെ ഒരാളെ ആക്രമിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി നമുക്കറിയേണ്ടത് ഈ നായയ്ക്ക് പേവിഷബാധിതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു സ്ഥിരീകരണം എത്തേണ്ടതുണ്ട്. ഏതായാലും ഇന്നലെ പഞ്ചായത്ത് അടക്കമുള്ള അധികാരികൾ ഈ വെറ്റിനറി സംഘത്തെയും ആരോഗ്യവകുപ്പിനെയും അറിയിച്ചിട്ടും സ്ഥലത്തെത്തിയില്ലെന്നുള്ളൊരു ആരോപണവും പഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നാൽ മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം ഈ നായ ബാക്കിയുള്ള നായ്ക്കളുടെ കൂട്ടത്തിലാണ് അലിഞ്ഞു തിരിഞ്ഞു നടന്നത്. ബാക്കിയുള്ള നായ്ക്കൾക്കും ഇത്തരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ഈ പേവിഷഭേദ പകരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരത്തിലൊരു സ്ഥിരീകരണം നടത്തേണ്ടത് ഒരു അനിവാര്യം തന്നെയാണ്. ഏതായാലും ആ ഒരു സ്ഥിരീകരണം വെറ്റിനറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ സ്ഥിരീകരണം ഉണ്ടാകേണ്ട ഒരു ഘടകം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഈ ബാക്കിയുള്ള കടിയേറ്റ ആളുകളെല്ലാം തന്നെ ചികിത്സയിൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും. ഏതായാലും ബാക്കിയുള്ള തെരുവ് നായ്ക്കളുടെ കാര്യത്തിലും ശാശ്വതമായ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ നായ്ക്കളുടെ കൂട്ടത്തിൽ തന്നെയാണ് മറ്റു നായും വലിഞ്ഞു തിരിഞ്ഞാണത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിരവധി വിനോദസഞ്ചാരികളും ഈ സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ കുട്ടികളെല്ലാം പോകുന്ന ഒരു മേഖല കൂടിയാണ് മൂന്നാർ ടൗണിനോടൊക്കെയുള്ള സ്ഥലങ്ങൾ. ഏതായാലും അത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കെ ഈ ഒരു ആശങ്ക ഒഴിവാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ നായ്ക്കൾക്കെല്ലാം ഒരു സ്ഥിരീകരണം നടത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നായ്ക്കളുടെ ശല്യം കുറയ്ക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ ആവർത്തിച്ചു പറയുന്നത്. അതിനാ ശരി ബിനീഷ്.